റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മസലു സ്വലവാത്തിൽ ഖംസി, 5 വക്ത് കറക്റ്റായിട്ട് നിസ്കരിക്കുന്നവൻ്റെ ഉപമ. 5 വക്ത് ഒരു വ്യക്തി ജീവിതത്തിലെ 5 സമയങ്ങളിലായി അതിനെ കൃത്യമായിട്ട് നിസ്കരിക്കുന്നവൻ. കമസലി നഹരിൻ ജാരിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിക്കുന്നത് ഒരു നല്ല ഒഴുക്കുള്ള ഒരു നദിയോടാണ് ഉപമിക്കുന്നത്. ഒരു നല്ല നദി, അതിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നുണ്ട്. ആ പുഴ, ആ നദി ഒഴുകുന്നത് ഓംബ്രിൻ അലാ ബാബി അഹദിക്കും, നിങ്ങളുടെ വീടിൻ്റെ വാതിലുകളുടെ അരികിലൂടെ ഒഴുകിപ്പോകുന്ന നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു പുഴ, ഒരു നദി. യതസിലു മിൻഹു കുല്ല യൗമിൻ 5 മർറാത്ത്, ആ നദിക്കുള്ളിൽ നിന്ന്, ആ നദിയിലിറങ്ങി 5 തവണ നീ കുളിച്ചു കഴിഞ്ഞാൽ, 5 നേരം നിൻ്റെ വീടിൻ്റെ സമീപത്തോട് ഒഴുകുന്ന പുഴയിൽ നിന്ന്, നദിയിൽ നിന്ന് 5 പ്രാവശ്യം നീ കുളിക്കുന്നവനാണെങ്കിൽ നിൻ്റെ ശരീരത്തിൽ വല്ല മാലിന്യങ്ങളും നിനക്ക് ദർശിക്കാൻ ഇടവരുമോ? ഉണ്ടാവുമോ? ഇതുപോലെയാണ് മനുഷ്യൻ 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കുന്നവൻ, നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കുന്നവൻ, നല്ല ആത്മാർത്ഥതയോടുകൂടെ നിസ്കരിക്കുന്നവൻ, ഓരോരോ തവണയും റബ്ബിൻ്റെ മുന്നിൽ എല്ലാ ദുന്യവിയായ ബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിതനായി അള്ളാഹ് എന്ന് പറയുന്ന പരിശുദ്ധമായ ദാത്തിലേക്ക് മാത്രം മനസ്സിനെ കേന്ദ്രീകരിച്ച് അവനിങ്ങനെ അല്ലാഹു അക്ബർ, നീയാണ് ഏറ്റവും മുകളിലുള്ളത്, ഏറ്റവും മേലെയായവൻ, ഏറ്റവും വലിയവൻ, എൻ്റെ ദുന്യവിയായ എൻ്റെ എല്ലാ ചിന്തകളെക്കാളും അക്ബർ അക്ബർ നീയാണ്, അല്ലാഹ് അല്ലാഹ് എന്നുള്ളൊരു ചിന്തയിൽ മനുഷ്യനിതാ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ചു വരുമ്പോൾ അള്ളാഹുമായിട്ടുള്ള ഒരു സംഭാഷണം കഴിഞ്ഞ നിസ്കാരത്തിൽ നിന്ന് സലാം വെട്ടുമ്പോഴേക്ക് അവൻ്റെ തെറ്റുകൾ മുഴുവനും അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നിസ്കാരത്തെക്കുറിച്ച് പറയാൻ മാത്രം 700 തവണയിലധികം നിസ്കാരം നിലനിർത്താൻ ഗൗരവമുള്ള വിഷയമാണ്. രക്ഷപ്പെടൂല. തൗബയുടെ ഷർത്ത് അലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഫർദുകൾ വീട്ടാതെ ഒരു മനുഷ്യൻ്റെ നിസ്കാരം ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് ഖളാ ആയി വീട്ടാതെ അവനക്ക് തൗബയില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തെ സൂക്ഷിക്കണേ. അസ്സലാമു അലൈക്കും.